എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇവിടെ ഒരു നായനെ വണ്ടി തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അതിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ പന്താവൂരിനെ വിളിച്ചപ്പോൾ ആൾ വന്ന് കൊണ്ടുപോയി 3 ദിവസം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ നായ ചത്ത് വഴിയിലുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആൾക്ക് നിർബന്ധം വണ്ടി തട്ടിയ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നിട്ട് അതിനെ മറ ചെയ്യണം, കുഴിച്ചിടണം എന്നുള്ളൊരിത്. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിരുന്നു നടക്കുന്നത്. കുഴിയൊക്കെ എടുത്ത് സുബ്രേട്ടൻ കുഴിയെടുത്ത് അപ്പോൾ നായനെ കുഴിച്ചിടാണ്. നമ്മൾ തെരുവിൽ നായ്ക്കൾ കടിക്കാൻ വരുന്നു ഒക്കെ സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും എങ്ങനെ നോക്കുകയാണെങ്കിലും മനുഷ്യനേക്കാളും ഒരുപടി മുന്നിൽ തന്നെയാണ് മൃഗങ്ങളിൽ നായ എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് നമുക്കൊക്കെ നായനെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. തെരുവിൽ നായകളൊക്കെ ഉണ്ട്, ആക്രമിക്കുന്നുണ്ട്. നമ്മൾ അത് ഇല്ല എന്നൊരിക്കലും പറയുന്നില്ല. പക്ഷേ എന്തോ അവിടെ ആക്സിഡൻ്റായി കിടന്നപ്പോൾ അതിനങ്ങനെ വിടാൻ തോന്നിയില്ല. എല്ലാവരും അഫിക്ക, ശശിയേട്ടൻ എല്ലാവരും കൂടിയിട്ട് ആളെ വിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നു. ആൾ കൊണ്ടുപോയി 3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിന് 3 ദിവസത്തെ കൂടി ആയുസ്സേ അതിനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നായ ചത്ത്. അപ്പോൾ അതിൻ്റെ സംസ്കാര ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി ആൾ അങ്ങനെ ചത്തപ്പോൾ. അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒരു ജീവനല്ലേ ഹെൽപ്പ് ചെയ്യുക. രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. നമ്മൾ 3 നേരം ഭക്ഷണം കൊടുത്തിട്ട് പൊന്നുപോലെ വളർത്തിയ നമ്മുടെ മക്കൾ നമ്മളെ തലക്കടിച്ച് കൊല്ലുന്നുണ്ട്. അത്രയില്ല ഇപ്പോൾ ഒരു പട്ടി നമ്മളെ കടിക്കാൻ ഓടിച്ചെന്നൊക്കെ പറയുന്നത്. അത്രയൊന്നുമില്ല. അതും നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു മൃഗം വേറെ ഇല്ല. നായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നന്ദിയുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇത് ഇങ്ങനെ എടുത്തപ്പോൾ യൂട്യൂബിൽ പോസ്റ്റ് ആകാൻ തോന്നി. അപ്പോൾ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹം.